വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് വലിയ ശക്തിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ദേശീയ തലത്തിൽ കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും ലീഗിന് സാന്നിധ്യമുണ്ടെന്നത് മറ്റൊരു പ്രത്യേകത. തമിഴ്നാട്ടിൽ ലീഗിന് MLA-മാർ വരെയുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങളിലും സംഘടനയ്ക്ക് കമ്മിറ്റികളും പ്രവർത്തനവുമുണ്ട്. അപ്പോഴും സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. സംസ്ഥാനത്ത് ആകെ ലീഗിന് 2 ലോക്സഭാ എംപിമാരും 1 രാജ്യസഭാ എംപിയും 15 MLA-മാരും ലീഗിനുണ്ട്. 2016 ഇതിനേക്കാൾ 3 സീറ്റ് അധികം നേടിയായിരുന്നു കഴിഞ്ഞ തവണ നിയമസഭയിൽ ലീഗ് തിളങ്ങിയത്. ആകെ മത്സരിച്ചത് 27 സീറ്റുകളിലായിരുന്നു. ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ എല്ലാ കാലത്തും പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളാണ് വരാറുള്ളത്. ആകെയുള്ള നിയമസഭ, ലോക്സഭ, രാജ്യസഭാ സീറ്റുകളിൽ ലീഗ് എപ്പോഴും സ്ഥിരം മുഖങ്ങളെയാണ് പരിഗണിക്കാറുള്ളത്. യുവാക്കളെയും സ്ത്രീകളെയും നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇപ്പോഴും അസ്വസ്ഥതകൾ ലീഗിന്റെ നേതൃത്വത്തിലുണ്ട്. മികച്ച പ്രാസംഗികരായ, അതിലേറെ സംഘാടകരായ യുവാക്കളും വനിതകളും ലീഗിൽ 2ാം കിടക്കാരാണ്. പാർട്ടിക്കുള്ളിലും പാർലമെന്ററി രംഗത്തും സ്ത്രീകളും യുവാക്കളും പരാജയപ്പെടുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്. ലീഗിന്റെ മണ്ഡലമായിരുന്ന കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ തവണ ഒരു വനിതയായിരുന്നു മത്സരിച്ചത്. അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് നാം കണ്ടതാണ്. നൂർബീന റഷീദയായിരുന്നു കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. കണ്ണൂർ ജില്ലയിൽ ലീഗ് വിജയിച്ച മണ്ഡലമായിരുന്നു അഴീക്കോട്. ലീഗിന്റെ യുവജന തീപ്പൊരി നേതാവ് KM ഷാജി പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു അവിടെ കഴിഞ്ഞ തവണ കണ്ടത്. ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ KV സുമേഷിനോടാണ് പരാജയപ്പെട്ടത്. തീപ്പൊരി പ്രാസംഗികനായ ഷാജി ലീഗിലെ മുനീർ വിഭാഗത്തിന്റെ പ്രധാനിയാണ്. പ്രാദേശികമായി ഏറെ എതിർപ്പുകളും ഷാജിക്ക് കഴിഞ്ഞ തവണ നേരിടേണ്ടി വന്നിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ വെല്ലുവിളി നേരിടുന്ന സമയത്തെ അഴീക്കോടൻ പരീക്ഷണം ഷാജിക്ക് നഷ്ടം മാത്രമായിരുന്നു സമ്മാനിച്ചത്. രാഷ്ട്രീയമായി ഇടത് ചായ്വുള്ള അഴീക്കോട് 2011 CPM-ലെ പ്രകാശൻ മാസ്റ്ററെ 400ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി യൂത്ത് ലീഗ് നേതാവായ KM ഷാജി പിടിച്ചെടുക്കുകയായിരുന്നു. 2016-ലും ഷാജി മണ്ഡലം നിലനിർത്തി. 2200-ലേറെ വോട്ടുകൾക്കാണ് ഷാജി മുൻ മന്ത്രി MV രാഘവന്റെ മകനും മാധ്യമ പ്രവർത്തകനുമായ MV നികേഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത്. ലീഗിലെ പ്രാദേശികമായ അതൃപ്തിയും +2 കോഴ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം തുടങ്ങിയ കുരുക്കുകളും ഷാജിക്ക് മേലുണ്ടായിരുന്നു. അഴീക്കോട്ടെ കോട്ട പിടിക്കാൻ ഇടതുപക്ഷം രംഗത്തിറക്കിയത് യുവ നേതാവ് KV സുമേഷിനെയായിരുന്നു. അദ്ദേഹം ആ പോരാട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു. KM ഷാജിയുടെ പരാജയം അദ്ദേഹത്തിന്റെ മാത്രം പരാജയമായി ലീഗ് കണ്ടു എന്നതാണ് മറ്റൊരു വാസ്തവം. ലീഗിന്റെ ഉന്നത നേതാക്കളുമായി ഷാജി അത്ര കണ്ട് രസത്തിലല്ല. അതുകൊണ്ട് തന്നെ പല രീതിയിലും നേതൃത്വം അദ്ദേഹത്തെ പലപ്പോഴായി ഒതുക്കിയിട്ടുണ്ട്. ആ ഒതുക്കൽ നടപടികൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. ഇപ്പോൾ സമാന രീതിയിൽ ലീഗിൽ ഒതുക്കപ്പെടുന്ന മറ്റൊരു യുവ നേതാവാണ് PK ഫിറോസ്. ലീഗിനുള്ളിൽ വളരെ വേഗത്തിൽ സ്വീകാര്യത നേടിയ യുവ നേതാവായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോൾ സഹോദരനുമായി ബന്ധപ്പെട്ട ലഹരി വിഷയത്തിലാണ് ഫിറോസ് കുടുങ്ങിയിരിക്കുന്നത്. സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PK ഫിറോസിന്റെ മുൻകാല പ്രസ്താവനകൾ കണക്കിലെടുത്ത് ഫിറോസിന്റെ രാജിവെക്കാനുള്ള സൗകര്യം പാർട്ടി ഒരുക്കണമെന്ന് കാണിച്ച് ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളും അണികളും ഒന്നടങ്കം ഫിറോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ അണിനിരന്നു. കോടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിക്കുമെതിരെ PK ഫിറോസ് നടത്തിയ പ്രസ്താവനകളും ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളും യൂത്ത് ലീഗിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഉൾപ്പെടെ ചർച്ചകളിൽ സജീവമാണ്. PK ഫിറോസിന്റെ സാമ്പത്തിക ഉറവിടവും വീട് നിർമ്മാണവും ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിലാണെന്ന് KT ജലീൽ MLA-യും നിലപാടെടുത്തു. വിഷയത്തിൽ ഫിറോസിനെ പിന്തുണച്ച ലീഗ് നേതാക്കൾ പരസ്യമായി രംഗത്ത് എത്തിയിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ഈ നിലയിൽ യുവതുർക്കികൾ വാഴാത്ത പാർട്ടിയായി ലീഗ് മാറിയിരിക്കുന്നു.